സർക്കാരിന്റെ കണക്കനുസരിച്ച് 64,006 വളരെ കൃത്യമായ കേട്ടോ, 64,007 ആവില്ല, 64,005 ആവില്ല, വളരെ കൃത്യമായ കണക്കാണ്. ഇത്രയും അതിദരിദ്ര കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് സർക്കാർ കണ്ടുപിടിച്ചിരുന്നത്. പക്ഷെ പ്രൊഫസർ കണ്ണൻ ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യം, 2002 ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ആശ്രയ പദ്ധതിക്ക് വേണ്ടി ഇതുപോലെ അതിദരിദ്രരായ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു സർവേ നടത്തിയിരുന്നു. അതിന്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ഒരു സർവേ ആയിരുന്നു അത്. ആ ആശ്രയ പദ്ധതി ഇപ്പോഴും തുടരുന്നുണ്ട്. അന്ന് 2002 കണ്ടെത്തിയവരിൽ 1.5 ലക്ഷം ആളുകൾ ഇപ്പോഴും ആ പട്ടികയിൽ തുടരുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ മുമ്പിലുള്ള കണക്കാണിത്, അല്ലാതെ വെറുതെ പറയുന്നതല്ല. അതുപോലെ ദാരിദ്ര്യത്തിൽ ഏറ്റവും അടിയിൽ നിൽക്കുന്നവർക്ക്, അതിദരിദ്രർക്ക് റേഷൻ നൽകുന്ന ഒരു പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. അതനുസരിച്ച്, ഈ പദ്ധതി അനുസരിച്ച് 5,91,194 പേർക്ക് ഇപ്പോഴും നമ്മൾ കേരളത്തിൽ റേഷൻ നൽകുന്നുണ്ട്. അത് മഞ്ഞക്കാർഡ്, അത് ഏറ്റവും അതിദരിദ്രരായ ആളുകൾക്ക് നൽകുന്ന റേഷനാണ്. ഏതാണ്ട് 6 ലക്ഷത്തോളം ആളുകൾക്ക് ഇപ്പോഴും റേഷൻ നൽകുന്നു എന്നാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ നിയമസഭയിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞത്. 6 ലക്ഷത്തോളം ആളുകൾ ഈ പദ്ധതിയിൽ റേഷൻ വാങ്ങുന്നു. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ 64,006 പേരെ കണ്ടെത്തിയത്? ഈ റേഷൻ നൽകുന്ന ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്നവർക്കാണ്.